പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറിക്ക് മുൻവശം മാസങ്ങളായി കുമിഞ്ഞുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആശുപത്രികളിലും സ്കൂളുകളിലും എത്തുന്നവർക്ക് വലിയ ആരോഗ്യ ഭീഷണിയായി മാറുകയാണ്. മഴ പെയ്തതോടെ പകർച്ചവ്യാധി ഭീതിയിലായ പ്രദേശവാസികൾ ഈ മാലിന്യ ശേഖരണ കേന്ദ്രം അടിയന്തരമായി ജനവാസമില്ലാത്തയിടത്തേക്ക് മാറ്റണമെന്നാണ് ആവശ്യപ്പെടുന്നത്. തീപിടുത്ത സാധ്യതയും ദുർഗന്ധവും മൂലം ദുരിതത്തിലായ ജനങ്ങൾ നഗരസഭയുടെ അടിയന്തര ഇടപെടലിനായി കാത്തിരിക്കുകയാണ്. പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറിയുടെ മുൻവശം പ്ലാസ്റ്റിക് മാലിന്യം മല പോലെ കൂട്ടിയിരിക്കുന്നത് പ്രദേശവാസികൾക്ക് ഭീഷണിയായി മാറുകയാണ്. നഗരസഭയിലെ മുഴുവൻ വാർഡുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പാഴ്വസ്തുക്കളുമാണ് തരംതിരിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. തരംതിരിച്ച മാലിന്യം ഇവിടെ നിന്ന് കയറിപ്പോകുന്നത് നിലച്ച അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. പെരുമ്പാവൂർ നഗരസഭയിലെ മുനിസിപ്പൽ ലൈബ്രറിക്ക് മുൻവശത്തായിട്ട് പെരുമ്പാവൂർ നഗരസഭയിലെ എല്ലാ വാർഡുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിച്ചിരിക്കുന്ന മാലിന്യം കൂട്ടിയിട്ട് അതൊരു വലിയൊരു കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. ഡിസംബർ മാസത്തിന് ശേഷം അവിടെ നിന്നും മാലിന്യം നീക്കം ചെയ്തിട്ടില്ല. പെരുമ്പാവൂർ നഗരസഭയിൽ ഇതേക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ മാലിന്യം ഇവിടുന്ന് നീക്കം ചെയ്തുകൊണ്ടിരുന്ന കരാർ കമ്പനിയുമായിട്ടുള്ള കരാർ കാലാവധി അവസാനിച്ചുകൊണ്ടാണ് അവർ അവിടെ നിന്നും മാലിന്യം നീക്കാത്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡിസംബർ മാസം മുതൽ ഇവിടെ നിന്ന് കാര്യമായ ലോഡുകൾ കയറിപ്പോയിട്ടില്ല എന്നാണ് വായനശാലയിൽ ദിവസേന എത്തുന്നവരും പരിസരവാസികളും പറയുന്നത്. വൃദ്ധർക്കുള്ള വയോമിത്രം ക്ലിനിക്, ഹോമിയോ ആശുപത്രി, അംഗൻവാടി, ബഡ് സ്കൂൾ, ലൈബ്രറി, കുഴിപ്പള്ളിക്കാവ് ക്ഷേത്രം, സപ്ലൈകോ ഔട്ട്ലെറ്റ് ഉൾപ്പെടെ നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും രോഗികളും വയോജനങ്ങളും എത്തുന്ന പ്രധാനപ്പെട്ട ഭാഗത്തെ മാലിന്യ കൂമ്പാരം പേടി സ്വപ്നമായി മാറുകയാണ്. കടുത്ത വേനലിൽ ഒരു തീപ്പൊരി വീണാൽ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ മാലിന്യ ശേഖരമുള്ളത്. കഴിഞ്ഞ ദിവസം മഴ പെയ്തതോടെ മാലിന്യം ഒഴുകാൻ തുടങ്ങി. കാലവർഷത്തിനു മുൻപ് ഈ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്തില്ലെങ്കിൽ പകർച്ചവ്യാധികളുടെ കേന്ദ്രമായി മാറുമെന്ന ആശങ്കയിലാണ് ഇവിടത്തുകാർ. ഈ കത്തുന്ന വെയിലില് അതിലൊരു ചെറിയൊരു തീപ്പൊരി വീണാൽ വലിയൊരു തീവോളമായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. കാലവർഷം പെയ്തു കഴിഞ്ഞാൽ പകർച്ചവ്യാധിയുടെ വലിയൊരു പ്രഭവ കേന്ദ്രമായി മാറാനും സാധ്യതയുണ്ട്. മാലിന്യം നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുകയും ശേഖരണ കേന്ദ്രം ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശത്തേക്ക് മാറ്റുകയും വേണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. നഗരസഭ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പുതിയ കരാർ കമ്പനിക്കാരെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ പഴയ കരാർ പുതുക്കി കൊടുത്ത് ഈ മാലിന്യം നീക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.